വെൽഫെയർ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടങ്ങി. കേരളത്തിലെ ഭൂരഹിതർക്ക് ഉമ്മൻചാണ്ടി സർക്കാർ വാഗ്ദാനം ചെയ്ത ഭൂമി വിതരണം ചെയ്യുക എന്ന ആവശ്യമുന്നയിച്ചാണ് ഉപരോധം നടക്കുന്നത്. വെൽഫെയർ പാർട്ടി ദേശീയ സെക്രട്ടറി പി.സി. ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. വർഷം മുമ്പ് ഇതേ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഒരു സൂചന സമരം എന്ന നിലക്ക് ഭൂരഹിതർക്ക് വേണ്ടി അതിശക്തമായ ഒരു പ്രക്ഷോഭം നമ്മൾ നടത്തിയപ്പോ അന്ന് നമ്മുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു താക്കീതാണ്, ലക്ഷ്യം നേടുന്നതുവരെ തുടർച്ചയായ സമരങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകും എന്ന് അന്ന് നമ്മുടെ ദേശീയ വൈസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ പ്രഖ്യാപനം പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ തിരുവനന്തപുരത്തെത്തിയത്. ഞാൻ കൂടി നിൽക്കുന്ന അമ്മമാരോട് ചോദിച്ചു, കഷ്ടപ്പെട്ടുവല്ലേ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, യാത്രയുടെ ക്ഷീണവും പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട്. പല അമ്മമാരുടെ കയ്യിലും കുഞ്ഞുങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രയാസപ്പെട്ടുവല്ലേ എന്ന് ചോദിച്ചപ്പോ അവർ നൽകിയ ഉത്തരം ഇവിടെയുള്ള അധികാരികൾ കേൾക്കണം. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്ത് പ്രയാസമാണ്, ഞങ്ങൾ അന്തിയുറങ്ങാൻ ഞങ്ങൾക്ക് വീടില്ലല്ലോ, സമാധാനത്തോടെ അന്തിയുറങ്ങാൻ വീടില്ലാത്ത ഞങ്ങൾക്ക്, സമാധാനത്തോടെ ഞങ്ങൾക്ക് അന്തിയുറങ്ങാൻ ഭൂമിയോ മണ്ണോ ഇല്ലാത്ത ഞങ്ങൾക്ക്, സുരക്ഷിതമായ താമസമില്ലാത്ത ഞങ്ങൾക്ക്, ഒരു ടോയ്ലറ്റ് പോലും പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കാത്ത ഞങ്ങൾക്ക്, പുറമ്പോക്ക് ഭൂമിയിൽ അരികുവൽക്കരിക്കപ്പെട്ട ഞങ്ങൾക്ക്, ഈ സെക്രട്ടേറിയറ്റ് നടയിലെ ഈ മരത്തിന്റെ തണലും ഈ അതിന്റെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് ഉപരോധമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം സംസാരിക്കുകയാണ്. മുഹാജിറുണ്ട് ഞങ്ങളുടെ പ്രതിനിധി. മുഹാജിർ, എങ്ങനെ പുരോഗമിക്കുന്നു? വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തമാണോ ഉപരോധത്തിലുള്ളത്? വെൽഫെയർ പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തമാണ് ഇവിടെയുള്ളത്. രാവിലെ 5 മണി മുതൽ തന്നെ പ്രവർത്തകർ ഇവിടെ തള്ളിക്കുകയും സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകൾ കന്റോൺമെന്റ് ഗേറ്റ് വഴി മാത്രമാണ് ഇതിനിടയിൽ ചെറിയ കന്റോൺമെന്റ് ഗേറ്റ് പരിസരത്ത് സംഘർഷമുണ്ടായി. ആ ഗേറ്റിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നത് തടയാൻ ശ്രമിച്ച വെൽഫെയർ പാർട്ടി പ്രവർത്തകരെ പോലീസ് ലാത്തിക്കൊണ്ട് നേരിട്ടു. 2 ജില്ലാ സെക്രട്ടറിമാർക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുവരികയും, എന്നാൽ വലിയ രീതിയിലുള്ള മറ്റ് തരത്തിലുള്ള സംഘർഷമുണ്ടായിട്ടുള്ള സമാധാനപരമായാണ് മറ്റ് ഗേറ്റുകളിൽ ഉപരോധ സമരം പുരോഗമിക്കുന്നത്. വൈകിട്ട് 3 മണി വരെ ഉപരോധ സമരം തുടരും. ഇപ്പോൾ ഔദ്യോഗികമായ നേരത്തെ തന്നെ 3 ഗേറ്റുകളിലും പ്രത്യേക പരിപാടികളും പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉപരോധത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സമ്മേളനം പുരോഗമിക്കുകയാണ്. ദേശീയ സെക്രട്ടറി ഹംസയാണ് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത് നേരത്തെ സർക്കാർ വാഗ്ദാനം ചെയ്ത ഭൂമി നൽകുക എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല സമഗ്രമായ കേരളത്തിൽ ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. 3 സെന്റ് ഭൂമി എന്ന വളരെ തുച്ഛമായ അവകാശം ആവശ്യം പോലും അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്നാൽ ഈ 3 സെന്റ് മാത്രമല്ല 10 സെന്റായി വൻകിട ഭൂമി കൈയേറ്റക്കാർ അവർ അനധികൃതമായി വെൽഫെയർ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ഭൂരഹിതർക്ക് ഉമ്മൻചാണ്ടി സർക്കാർ വാഗ്ദാനം ചെയ്ത ഭൂമി വിതരണം ചെയ്യുക എന്ന ആവശ്യമുന്നയിച്ചാണ് ഉപരോധം നടക്കുന്നത്. ദേശീയ സെക്രട്ടറി പി.പി. ഹംസയാണ് ഉപരോധം ഉദ്ഘാടനം ചെയ്തത്. മുഹാജിറാണ് വിവരങ്ങൾ നൽകിയത്.